ഞാൻ ഇത്രയും കാലം പട്ടാമ്പി വിട്ടു പോകാതിരുന്നിരുന്നത് ഐ വോണ്ട് ടു ഗോ ബാക്ക് ഹോം. അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നത് 2022 അതുവരെയും അച്ഛൻ്റെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ ആണ് ഞാൻ ചെയ്യുന്നത്. അച്ഛന് മനസ്സിലായി ഞാൻ സുഖലോലുപനാണ്, എനിക്ക് ബാധ്യതകളില്ല, EMI ഇല്ല, ഒരു പരിപാടി ഇല്ല, സെലഗ് പടമുണ്ട്, എല്ലാം സെറ്റാണ് എന്നൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പ്രശ്നം യൂറോപ്പ് പോകാൻ വേണ്ടിയിട്ട്, യൂറോപ്പ് പോകുന്ന സമയത്ത് എൻ്റെ അസിസ്റ്റൻറ്റ് വിനോദും എൻ്റെ ക്യാമറമാനും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് കാലകാലമായിട്ട് കയ്യിൽ. അപ്പോൾ അവരെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ പട്ടാമ്പി എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും 15 കൊല്ലം 20 കൊല്ലമായിട്ട് ഒരേ അക്കൗണ്ട്, ഒറ്റ അക്കൗണ്ടുള്ളൂ. ആ അദ്ദേഹം കൃത്യമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അച്ഛൻ്റെ കൈ കൊണ്ടേ കൊടുത്ത്. അപ്പം അച്ഛൻ പറഞ്ഞു ഇത് നടക്കൂല, ഇത് എവിടെയെങ്കിലും കൊണ്ട്. അങ്ങനെയാണ് അച്ഛനെ ലോക്കാക്കി ഗോപുരയൊക്കെ വാങ്ങിപ്പിച്ചത്. നല്ല കാര്യം. ഇപ്പം എനിക്ക് EMI ഉണ്ട്, എല്ലാ കൊല്ലം എങ്ങനെ ടാർഗറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ട്, പഴയ പോലത്തെ. പക്ഷെ അതോടുകൂടി വർക്ക് കൂടി കിട്ടോ, ബ്രാൻഡിങ് കൂടി. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ടാർഗറ്റ് ഉണ്ടല്ലോ. പണ്ട് നമുക്ക് വീട്ടിലേക്ക് കാശ് കൊടുക്കണ്ട, നമുക്ക് EMI ഇല്ല, മാരിയറ്റിൽ നിൽക്കുന്നു, ഗ്രൗണ്ട് പ്ലാസയിൽ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, യൂട്യൂബിന് വേണ്ടിയിട്ട് ആൽബങ്ങൾ ഓരോരോ ഞാൻ തന്നെ പാടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആൽബം ഇറക്കുന്നു. എല്ലാവർക്കും യൂട്യൂബിൽ കാശ് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിന് കൊടുത്ത കാശുകളുണ്ടല്ലോ, ചില്ലറെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഞങ്ങൾ തന്നെ പോയി ഷൂട്ട് ചെയ്യുന്നു, ഞാൻ തന്നെ പാടുന്നു, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, ഇതൊക്കെയായിരുന്നു ഹോബി. ഇപ്പം നല്ല കുട്ടിയല്ലേ, ഞാൻ എത്ര കാലമായി ഒരു പാട്ട് പാടിയിട്ട്. അനാവശ്യമായ ചിലവുകളില്ല, നല്ല കുട്ടിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു വീട് മേടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വാസ്. അപ്പം വെൻ യു ആസ്ക് മീ ദാറ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് റിയലൈസേഷൻസ് ആണല്ലോ. പിന്നെ അനിയനാണ് കൂടുതൽ അറ്റാച്ച്ഡ്. ഈ സ്പേസിനിടയിലേക്കാണ് ഗോപിക വരുന്നത്. പെൺകുട്ടികളില്ലാത്ത വീടാണ്, അവിടെ ചേട്ടനും അനിയനും, അതിനിടയിലേക്ക് ഗോപിക വന്നപ്പോൾ കെമിസ്ട്രി കംപ്ലീറ്റ് എങ്ങനെയാണ് ചേഞ്ച് ആയത്? ബോണ്ടിങ് കൂടി, എനിക്ക് വീട്ടുകാരായിട്ടുള്ള ബോണ്ടിങ് കൂടി ഗോപിക വന്നതോട് കൂടിയിട്ട്. അമ്മയായിട്ടും ഒക്കെ കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി, ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് മൊബൈൽ നോക്കും, പക്ഷെ എങ്കിലും എനിക്ക് ഇന്ന് സംസാരിക്കാൻ തുടങ്ങി. അനിയന് ചേച്ചിയൊക്കെ ആയോ? അത് വഴക്കൊക്കെ പറയുമോ അനിയന്? അത് അവര് തമ്മിൽ അങ്ങനെയാണ് വഴക്ക്. ഗോപിക എല്ലാവരും വഴക്ക് പറയും. അവിടെ അവൾക്ക് അച്ഛൻ, അമ്മ, അനിയൻ, ചേച്ചി, ചേട്ടൻ, ചെറിയ കുട്ടിയൊന്നുമില്ല. ഗോപിക വളരെ സ്ട്രിക്ട് മാസ്റ്ററാണ്. ഷീസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ, അവൾക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിലും അവൾ വഴക്ക് പറയും. എളുപ്പമായി. അല്ല, ടെൻഷൻ ഇല്ലല്ലോ, ഉള്ളതറിയാലോ, ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് എല്ലാവരും റൈറ്റ് ആയിട്ട് എടുക്കണമെന്നില്ല. അവളുടെ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് അവൾക്കൊരു ഇനയാണ്. എൻ്റെ ഡിപ്ലോമസി ഒന്നും അവൾക്കില്ല. ഞാനൊക്കെ നിങ്ങൾ എപ്പോഴും ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് കംഫർട്ടബിൾ. അവൾക്ക് ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. ഇപ്പം 4 മീഡിയക്കാർ ക്യാമറ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ ഇറിറ്റേറ്റഡ് ആണെങ്കിൽ അവൾ കാണിക്കും. എന്താണ് മാഡം പറയാലോ, എനിക്കൊന്നും പറയില്ല എന്ന് പറയും ചിലപ്പോൾ. അതെന്തിനാ നിങ്ങളോട് പറയുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അത് ബേസിക്കലി അത് അവൾക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് സ്പേസ് ആണെങ്കിലും ഞാൻ എൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യും, എനിക്ക് പറ്റും. ഐ സേ ഇത്ര പോരെ, ഞാൻ ചോദിക്കും. ഒന്ന് അതും ആയിരിക്കും കേട്ടോ. ലൈക്ക് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇമോഷൻസ് കയ്യിലുണ്ട്. അവളുടെ ഒരു ഇമോഷനുള്ള കയ്യിലില്ല. ഹാപ്പിനെസ് ആണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം വളരെ അടിപൊളിയായിട്ട് അവൾ എക്സ്പ്രസ് ചെയ്യും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ബട്ട് ഷീ ഈസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് വെരി സ്വീറ്റ്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഇനീഷ്യലി എനിക്ക് പേടിയുണ്ടായിരുന്നു, ദൈവമേ ഇത് മൊത്തം കയ്യിൽ നിന്ന് പോവോ. കാരണം ഒരു കാര്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഇപ്പം എല്ലാവർക്കും അവളെ മനസ്സിലായതുകൊണ്ട് ദിസ് ഇസ് ഹൗ ഷീ ഈസ് എന്ന് മനസ്സിലായതുകൊണ്ട്